അത്ഭുത ലോകത്തേക്ക് സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നവർക്കായി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകപ്രശസ്തമായ ഒരു കഥയാണ്. 1001 രാവുകളിലെ ഏറ്റവും മനോഹരവും ഉദ്വേഗജനകവുമായ കഥ, അലിബാബയും 40 കള്ളന്മാരും. മരുഭൂമിയുടെ ചൂടും കുതിരകളുടെ കുളമ്പടി ശബ്ദങ്ങളും ഗുഹയ്ക്കുള്ളിലെ നിഗൂഢതകളും നിറഞ്ഞ ആ പഴയ പേർഷ്യൻ നഗരത്തിലേക്ക് നമുക്ക് യാത്രയാകാം. കണ്ണുകളടച്ച് ആ പഴയ കാലഘട്ടം ഒന്ന് സങ്കല്പിക്കൂ. നമുക്ക് കഥയിലേക്ക് കടക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് സമയത്താണ് എന്നോടൊപ്പം ചേരുന്നതെന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. അത് കേരളത്തിലായാലും വിദേശത്തായാലും നിങ്ങളുടെ കമന്റുകൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ട് പേർഷ്യയിലെ അതിപുരാതനമായ ഒരു നഗരത്തിൽ 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. മൂത്തവന്റെ പേര് കാസിം എന്നായിരുന്നു. ഇളയവന്റെ പേര് അലിബാബ എന്നും. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണെങ്കിലും അവരുടെ ജീവിതം 2 വ്യത്യസ്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. വിധിയുടെ വികൃതി എന്ന് വേണമെങ്കിൽ പറയാം. മൂത്തവനായ കാസിം അത്യാവശ്യം സമ്പന്നയായ ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. അവരുടെ പിതാവ് മരിച്ചപ്പോൾ വലിയൊരു സമ്പത്ത് കാസിമിന് ലഭിച്ചു. നഗരത്തിലെ വലിയൊരു കച്ചവടക്കാരനായി അവൻ മാറി. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വലിയ വിരുന്നുകൾ നടത്തി സുഖലോലുപനായി അവൻ ജീവിച്ചു. പണത്തിന്റെ അഹങ്കാരം അവനിൽ മെല്ലെ വളർന്നു തുടങ്ങി. സഹോദരനായ അലിബാബയോടുള്ള സ്നേഹം പോലും ആ പണത്തിളക്കത്തിൽ മങ്ങിപ്പോയിരുന്നു. എന്നാൽ അലിബാബയുടെ കാര്യം നേരെ മറിച്ചായിരുന്നു. അവൻ വിവാഹം കഴിച്ചത് തീർത്തും സാധാരണക്കാരിയായ ദരിദ്രയായ ഒരു പെൺകുട്ടിയെയായിരുന്നു. അവർക്ക് സ്വന്തമായി വലിയ വീടോ സമ്പത്തോ ഉണ്ടായിരുന്നില്ല. നഗരത്തിന്റെ ഒരു മൂലയിലുള്ള ചെറിയൊരു കുടിലിലായിരുന്നു അവരുടെ താമസം. ഉപജീവനത്തിനായി അലിബാബ കാട്ടിൽ പോയി വിറക് വെട്ടുമായിരുന്നു. വെട്ടിക്കൊണ്ടുവരുന്ന വിറക് നഗരത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് അവൻ തന്റെ കുടുംബം പുലർത്തിയിരുന്നത്. അവന് 3 കഴുതകൾ ഉണ്ടായിരുന്നു. കാട്ടിലേക്ക് പോകുമ്പോൾ വിറക് ചുമക്കാനായി അവൻ ഈ കഴുതകളെ കൂടെ കൂട്ടുമായിരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും അലിബാബയുടെ മനസ്സ് ശുദ്ധമായിരുന്നു. അത്യാഗ്രഹമില്ലാത്ത, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പാവം മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ അലിബാബ തന്റെ 3 കഴുതുകളുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു. നഗരത്തിൽ നിന്നും ഏറെ ദൂരെയായിരുന്നു ആ കാട്. വലിയ മരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ വിജനമായ ഒരിടം. അന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ച സമയമായപ്പോഴേക്കും അലിബാബ വിറകുള വെട്ടി കഴുതകളുടെ പുറത്ത് കെട്ടിവെച്ചു. ക്ഷീണം കൊണ്ട് അല്പനേരം വിശ്രമിക്കാൻ ഒരു മരത്തണലിൽ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആദ്യം അതൊരു ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. പക്ഷേ ആകാശം തെളിഞ്ഞതായിരുന്നു. അവൻ സൂക്ഷിച്ചു നോക്കി. ദൂരെ ചക്രവാളത്തിൽ വലിയൊരു പൊടിപടലം ഉയരുന്നത് അവൻ കണ്ടു. അത് തന്റെ നേരെയാണ് വരുന്നതെന്ന് അലിബാബയ്ക്ക് മനസ്സിലായി. ഏതോ വലിയൊരു സൈന്യം വരുന്നത് പോലെ കുതിരകളുടെ കുളമ്പടി ശബ്ദങ്ങൾ അടുത്തു വരുന്നു. ആ സ്ഥലം വിജനമായതുകൊണ്ട് തന്നെ കള്ളന്മാരോ കൊള്ളക്കാരോ ആകാനാണ് സാധ്യതയെന്ന് അലിബാബ ഭയന്നു. അവൻ വേഗം തന്റെ കഴുതകളെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഒളിപ്പിച്ചു. താൻ നിന്ന സ്ഥലത്തിനടുത്തായി വലിയൊരു പാറക്കെട്ടും അതിനു മുകളിൽ തിങ്ങി നിറഞ്ഞ മരങ്ങളും ഉണ്ടായിരുന്നു. അലിബാബ വലിഞ്ഞു കയറി ആ പാറയുടെ മുകളിലുള്ള ഒരു മരത്തിന്റെ കൊമ്പിൽ ഒളിച്ചിരുന്നു. അവിടെ ഇരുന്നാൽ താഴെ നടക്കുന്നതെല്ലാം കാണാം. എന്നാൽ താഴെ നിൽക്കുന്നവർക്ക് അവനെ കാണാനും കഴിയില്ല. നിമിഷങ്ങൾക്കകം ആ പൊടിപടലം അടുത്തു. കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. അരയിൽ വാളുകളും കഠാരകളും തൂക്കിയിട്ടുണ്ട്. മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചവർ. അലിബാബ മരച്ചില്ലകൾക്കിടയിലൂടെ എണ്ണി നോക്കി. കൃത്യം 40 പേരുണ്ട്. 40 എണ്ണവും നല്ല ആചാനബാഹുക്കൾ. അവരുടെ മുഖത്തെ ക്രൂരഭാവം കണ്ടപ്പോൾ തന്നെ അലിബാബയ്ക്ക് ഉറപ്പായി ഇവർ സാധാരണക്കാരായ യാത്രക്കാരല്ല, മറിച്ച് കൊടും കൊള്ളക്കാരാണെന്ന്. അവർ ആ വലിയ പാറക്കെട്ടിന് മുൻപിൽ കുതിരകളെ നിർത്തി. ഓരോരുത്തരും കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി. അവരുടെ കുതിരകളുടെ പുറത്ത് വലിയ ഭാരമുള്ള ചാക്കുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും നാണയങ്ങളുമാണ് ആ ചാക്കുകളിൽ നിന്ന് അവയുടെ കനം കണ്ടാൽ മനസ്സിലാവും. കൂട്ടത്തിൽ തലവൻ എന്ന് തോന്നിക്കുന്ന ഏറ്റവും കരുത്തനായ ഒരാൾ മുന്നോട്ട് വന്നു. അവന് വലിയ പാറയുടെ മുൻപിൽ നിന്ന് ചുറ്റും നിശബ്ദത പരന്നു. അലിബാബ ശ്വാസം പോലും അടക്കിപ്പിടിച്ചു മരത്തിൻ മുകളിൽ ഇരുന്നു. ആ തലവൻ പാറയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിംസിമേ, തുറക്കൂ. അത്ഭുതമെന്ന് പറയട്ടെ, ആ വാക്കുകൾ കേട്ട ഉടനെ അനങ്ങാൻ പോലും കഴിയാത്തത്ര വലുതായിരുന്ന
ആ പാറയുടെ ഒരു ഭാഗം വലിയൊരു വാതിൽ പോലെ ഉള്ളിലേക്ക് തുറന്നു വന്നു. അതിനുള്ളിൽ നിന്നും കൂരിരുട്ടല്ല, മറിച്ച് വലിയൊരു വെളിച്ചം പുറത്തേക്ക് വരുന്നത് അലിബാബ കണ്ടു. കള്ളന്മാർ ഓരോരുത്തരായി തങ്ങളുടെ തോളിൽ ആ വലിയ ഭാരമുള്ള ചാക്കുകളുമായി ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും അകത്ത് കയറിയ ഉടനെ തലവൻ വീണ്ടും പറഞ്ഞു, സിംസിമേ, അടയൂ. ഉടനെ തന്നെ ആ പാറവാതിൽ തനിയെ അടഞ്ഞു. പുറമേ നിന്ന് നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു വാതിലുണ്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. എല്ലാം പഴയതുപോലെയായി. അലിബാബയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് അവൻ സംശയിച്ചു. കുറേ സമയം അവൻ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. കള്ളന്മാർ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന ഭയം അവനുണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പാറയുടെ ഭാഗത്തു നിന്നും ശബ്ദം കേട്ടു. വാതിൽ തുറന്നു. 40 കള്ളന്മാരും പുറത്തേക്ക് വന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള ചാക്കുകൾ ഇപ്പോൾ ഇല്ല. അവർ കൊള്ള മുതലെല്ലാം ഗുഹയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. തലവൻ പുറത്തിറങ്ങി വാതിലിന് അഭിമുഖമായി നിന്ന് പറഞ്ഞു, സിംസിമേ, അടയൂ. പാറവാതിൽ വീണ്ടും അടഞ്ഞു. കള്ളന്മാരെല്ലാവരും കുതിരപ്പുറത്ത് കയറി വന്ന വഴിയെ തന്നെ പാഞ്ഞുപോയി. കുളമ്പടി ശബ്ദം കേൾക്കാതാവുന്നത് വഴി അലിബാബ മരത്തിനു മുകളിൽ തന്നെ ഇരുന്നു. അവരിനി തിരിച്ചു വരില്ല എന്നുറപ്പായപ്പോൾ അവൻ മെല്ലെ താഴെ ഇറങ്ങി. അവന്റെ നെഞ്ച് ഇപ്പോഴും വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു കൗതുകം അവനിൽ വളർന്നു. ആ ഗുഹയ്ക്കുള്ളിൽ എന്താകും? തലവൻ പറഞ്ഞ ആ അത്ഭുത മന്ത്രം താൻ പറഞ്ഞാൽ വാതിൽ തുറക്കുമോ? അലിബാബ ധൈര്യം സംഭരിച്ച് പാറയുടെ മുൻപിൽ ചെന്നു നിന്നു. കള്ളന്മാരുടെ തലവൻ നിന്ന അതേ സ്ഥലം ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, സിംസിമേ, തുറക്കൂ. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഇരമ്പലോടെ ആ പാറവാതിൽ തുറന്നു. അലിബാബ ഭയത്തോടെയാണെങ്കിലും ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചു. അവൻ കരുതിയത് ഇരുട്ട് നിറഞ്ഞ നനവാർന്ന ഒരു ഗുഹയായിരിക്കുമെന്നാണ്. എന്നാൽ അവൻ കണ്ട കാഴ്ച അവന്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചു കളഞ്ഞു. അത് വെറുമൊരു ഗുഹയായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി കൊള്ളക്കാർ ശേഖരിച്ചു വെച്ച അമൂല്യമായ നിധികളുടെ ഒരു കലവറയായിരുന്നു അത്. തറയിൽ എവിടെ നോക്കിയാലും സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ, മുത്തുകൾ, വൈരക കല്ലുകൾ, വിലപിടിപ്പുള്ള പട്ടുതുണികൾ, സ്വർണത്തിൽ തീർത്ത പാത്രങ്ങൾ, ആഭരണങ്ങൾ. സൂര്യപ്രകാശം കടക്കാത്ത ഗുഹയായിട്ടും ആ സ്വർണത്തിന്റെ തിളക്കം കൊണ്ട് ഗുഹയ്ക്കുള്ളിൽ നല്ല വെളിച്ചമായിരുന്നു. അലിബാബയുടെ ജീവിതത്തിൽ ഇന്നേ വരെ അവൻ ഇത്രയും സമ്പത്ത് കണ്ടിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന അലിബാബയുടെ മുന്നിൽ ലോകം മുഴുവൻ വാങ്ങാൻ കഴിയുന്നത്ര സമ്പത്ത് ചിതറിക്കിടക്കുകയാണ്. അവൻ അത് അത്ഭുതത്തോടെ തൊട്ടുനോക്കി. ഇത് സ്വപ്നമല്ല, സത്യമാണ്. പെട്ടെന്ന് അവന് തന്റെ ഭാര്യയെയും ദാരിദ്ര്യത്തെയും ഓർമ്മ വന്നു. ഇതിൽ നിന്നും കുറച്ച് സ്വർണമെടുത്താൽ തന്റെ കഷ്ടപ്പാടുകൾ മാറും. പക്ഷെ അത്യാഗ്രഹം പാടില്ല എന്ന് അവന് തോന്നി. കള്ളന്മാർ തിരിച്ചു വന്നാൽ തന്നെ കൊല്ലുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചു. ഗുഹയിൽ കണ്ട സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ സഞ്ചിയിൽ നിന്നും കുറച്ച് സഞ്ചികൾ അവൻ എടുത്തു. അവൻ കരുതിയത് കുറച്ച് സ്വർണം മാത്രം മതി, കഴുതകൾക്ക് ചുമക്കാൻ കഴിയുന്നത്ര ഭാരം മാത്രം. അവൻ പുറത്തുപോയി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു നിർത്തിയിരുന്ന കഴുതകളെ ഗുഹയുടെ വാതിക്കൽ കൊണ്ടുവന്നു. വിറകുകൾ മാറ്റിയ ശേഷം സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചികൾ കഴുതകളുടെ പുറത്തു വെച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അതിനു മുകളിൽ വീണ്ടും വിറകുകൾ അടുക്കി വെച്ച് ഭദ്രമായി മൂടിവെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഗുഹയുടെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി വാതിലിന് നേരെ തിരിഞ്ഞു നിന്നു പറഞ്ഞു, സിംസിമേ, അടയൂ. വാതിലടഞ്ഞു. ആ പാറക്കെട്ട് പഴയതുപോലെ നിശ്ചലമായി. അലിബാബ ഒട്ടും സമയം കളയാതെ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. അവന്റെ മനസ്സ് നിറയെ സന്തോഷവും ഒപ്പം ഭയവുമായിരുന്നു. ആരും തന്നെ കാണരുതേ എന്ന പ്രാർത്ഥനയോടെ അവൻ വേഗത്തിൽ നടന്നു. സന്ധ്യ മയങ്ങിയ നേരത്താണ് അലിബാബ വീട്ടിലെത്തിയത്. അവൻ കഴുതകളെ വീടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയി വാതിൽ ഭദ്രമായി അടച്ചു. അവന്റെ ഭാര്യ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണ വിറക് പുറത്തു വയ്ക്കാറുള്ള അലിബാബ ഇന്ന് കഴുതകളെ അകത്തേക്ക് കയറ്റിയത് എന്തിനാണെന്ന് അലിബാബ ഭാര്യയെ അടുത്തു വിളിച്ചു. പ്രിയേ, ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ആരും നമ്മളെ കാണാൻ പാടില്ല. ഭാര്യ പേടിച്ചുപോയി. എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് അവർ ഭയന്നു. അലിബാബ കഴുതകളുടെ പുറത്തു നിന്നും വിറകുകൾ മാറ്റി. അതിന് താഴെ നിന്നും ഭാരമുള്ള സഞ്ചികൾ ഓരോന്നായി താഴെ ഇറക്കി. ഇതെന്താണ്? ഭാര്യ ചോദിച്ചു.
അലിബാബ ഒരു സഞ്ചിയുടെ കെട്ടഴിച്ചു. അത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. വിളക്കിന്റെ വെളിച്ചത്തിൽ അവ തിളങ്ങി. ഭാര്യയുടെ കണ്ണുകൾ വിടർന്നു. അവർക്ക് വിശ്വസിക്കാനായില്ല. ദൈവമേ, ഇതെവിടുന്ന് കിട്ടി? നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ചതാണോ? അവർ ഭയത്തോടെ ചോദിച്ചു. അല്ല, ഇത് നമുക്ക് ദൈവം തന്നതാണ്. പക്ഷേ ഇത് മോഷണം മുതലാണ് കള്ളന്മാരുടെ ഗുഹയിൽ നിന്നും ഞാൻ എടുത്തത്. അലിബാബ നടന്ന സംഭവങ്ങളെല്ലാം ഭാര്യയോട് വിശദമായി പറഞ്ഞു. കാട്ടിലെ അത്ഭുത ഗുഹയെക്കുറിച്ചും സിംസിമേ എന്ന മന്ത്രത്തെക്കുറിച്ചും അവിടെ കണ്ട സ്വർണ്ണ കൂമ്പാരത്തെക്കുറിച്ചുമെല്ലാം. കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഭയം മാറി. പകരം ആശ്വാസവും സന്തോഷവും വന്നു. ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന ചിന്ത അവരെ ആശ്വസിപ്പിച്ചു. നമുക്കിത് എണ്ണി നോക്കാം, എത്രയുണ്ടെന്നറിയാമല്ലോ, ഭാര്യ പറഞ്ഞു. അവർ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. എന്നാൽ അലിബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയേ, ഇത് എണ്ണിത്തീർക്കാൻ ഒരു രാത്രി പോരാ, അത്രയധികമുണ്ട്. നമുക്കിതൊരു കുഴി കുഴിച്ച് അതിൽ ഒളിപ്പിക്കാം. ആർക്കും സംശയം തോന്നരുത്. ശരിയാണ്, ഭാര്യ സമ്മതിച്ചു. പക്ഷെ എനിക്കിതിന്റെ ഏകദേശ കണക്കറിയണം. ഞാൻ പോയി കാസിമിന്റെ വീട്ടിൽ നിന്നും ഒരു അളവു പാത്രം വാങ്ങി വരാം. എന്നിട്ട് നമുക്കിത് അളന്നു നോക്കാം. അലിബാബയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. കാസിമിന്റെ ഭാര്യ അത്യാഗ്രഹിയും സൂത്രശാലിയുമാണ്. എങ്കിലും തന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതി അവൻ സമ്മതിച്ചു. ശരി, പക്ഷെ നീ വേഗം വരണം. പിന്നെ എന്തിനാണ് പാത്രമെന്ന് അവരോട് പറയരുത്. അലിബാബയുടെ ഭാര്യ വേഗം കാസിമിന്റെ വലിയ മാളികയിലേക്ക് പോയി. അവിടെ കാസിം ഉണ്ടായിരുന്നില്ല. കാസിമിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ച് ധാന്യം അളക്കാൻ നിങ്ങളുടെ അളവ് പാത്രമൊന്ന് തരുമോ? അലിബാബയുടെ ഭാര്യ ചോദിച്ചു. അതിനെന്താ, ഇപ്പോൾ തന്നെ തരാം. കാസിമിന്റെ ഭാര്യ പറഞ്ഞു. അവർ ഉള്ളിലേക്ക് പോയി. എന്നാൽ കാസിമിന്റെ ഭാര്യയുടെ മനസ്സിൽ സംശയം തോന്നി. ഇവർ പരമദരിദ്രരാണല്ലോ. ഇവർക്ക് അളക്കാൻ മാത്രം എന്ത് ധാന്യമാണുള്ളത്? സാധാരണ ദരിദ്രർ ധാന്യം അളക്കാറില്ല, എണ്ണാറാണ് പതിവ്. ഇതിലെന്തോ രഹസ്യമുണ്ട്. അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. അളവു പാത്രത്തിന്റെ അടിയിൽ കുറച്ച് പശ തേച്ച് പിടിപ്പിച്ചു. അലിബാബയുടെ ഭാര്യ അളക്കുന്നത് എന്തായാലും അതിന്റെ ഒരെണ്ണം ആ പാത്രത്തിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് നോക്കിയാൽ കാര്യം മനസ്സിലാകുമല്ലോ. അതൊന്നും അറിയാതെ അളവു പാത്രവും വാങ്ങി അലിബാബയുടെ ഭാര്യ വേഗം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടനെ അവർ സ്വർണ്ണ നാണയങ്ങൾ അളക്കാൻ തുടങ്ങി. ഓരോ തവണ അളക്കുമ്പോഴും അത് വലിയൊരു കൂമ്പാരമായി മാറിക്കൊണ്ടിരുന്നു. അളന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വർണമെല്ലാം ഭദ്രമായി കുഴിച്ചിട്ടു. അളവുപാത്രം തിരികെ കൊടുക്കാനായി ഭാര്യ പുറപ്പെട്ടു. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല പാത്രത്തിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ആ ചെറിയ തിളങ്ങുന്ന സാധനത്തെ. അവർ പാത്രം കാസിമിന്റെ ഭാര്യയെ തിരികെ ഏൽപ്പിച്ച് നന്ദി പറഞ്ഞു മടങ്ങി. കാസിമിന്റെ ഭാര്യ ആകാംക്ഷയോടെ പാത്രം വാങ്ങി തിരിച്ചിട്ട് നോക്കി. അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. പാത്രത്തിന്റെ അടിയിൽ ഒട്ടിയിരിക്കുന്നത് ഒരു ധാന്യമണിയല്ല, മറിച്ച് മുന്തിയ ഇനം ഒരു സ്വർണ്ണ നാണയമാണ്. അവൾ അസൂയ കൊണ്ട് വിറച്ചു. എന്റെ ദൈവമേ, അലിബാബയ്ക്ക് ഇത്രയും സ്വർണമോ? അവൻ ധാന്യം അളക്കുന്നത് പോലെ സ്വർണം അളക്കുകയാണോ? ഞങ്ങൾ പണക്കാരായിട്ടും സ്വർണം എണ്ണാറാണ് പതിവ്, അവനാകട്ടെ അളക്കുന്നു. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാസിം വീട്ടിൽ വന്ന ഉടനെ അവൾ ആ സ്വർണ്ണ നാണയം അവനെ കാണിച്ചു. നോക്കൂ, നിങ്ങളുടെ സഹോദരൻ അലിബാബ പുറമെ കാണിക്കുന്നത് പോലെ ദരിദ്രനൊന്നുമല്ല, അവൻ നമ്മളെക്കാൾ വലിയ പണക്കാരനാണ്. കാസിം അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? അതെ, അവൻ സ്വർണം എണ്ണുകയല്ല, അളക്കുകയാണ്. ഞാൻ കൊടുത്ത പാത്രത്തിന്റെ അടിയിൽ നിന്നും കിട്ടിയതാണിത്. അവൾ നടന്ന കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞു. കാസിമിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അസൂയയും അത്യാഗ്രഹവും കൊണ്ട് അവന്റെ മനസ്സ് അസ്വസ്ഥമായി. സ്വന്തം സഹോദരന് തന്നേക്കാൾ സമ്പത്തുണ്ടാകുന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അലിബാബയെ ഭീഷണിപ്പെടുത്തി സത്യം പറയിപ്പിക്കാൻ കാസിം തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ കാസിം അലിബാബയുടെ വീട്ടിലെത്തി. അലിബാബ, നീ എന്നോട് കള്ളം പറയണ്ട. നീ പുറമെ ദാരിദ്ര്യം അഭിനയിക്കുന്നു, പക്ഷെ ഉള്ളിൽ നീ വലിയ സമ്പന്നനാണ്. നീ സ്വർണം അളക്കുകയാണെന്ന് എനിക്കറിയാം. കാസിം ഗൗരവത്തിൽ പറഞ്ഞു. അലിബാബ ആദ്യം ഒന്ന് പതറി. പക്ഷെ സംഗതി പുറത്തായി എന്ന് മനസ്സിലായപ്പോൾ ജ്യേഷ്ഠനോട് കള്ളം പറയാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ കാസിമിനോട് എല്ലാം തുറന്നു പറഞ്ഞു. കാട്ടിലെ ഗുഹയെക്കുറിച്ചും കള്ളന്മാരെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും. ജ്യേഷ്ഠ, ആ ഗുഹയിൽ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ തലമുറകൾക്കും ജീവിക്കാനുള്ള സ്വർണമുണ്ട്. നമുക്കത് പങ്കിടാം, അലിബാബ സ്നേഹത്തോടെ പറഞ്ഞു. എന്നാൽ കാസിമിന്റെ മനസ്സ് നിറയെ അത്യാഗ്രഹമായിരുന്നു. അവന് പങ്കുവയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു. അവന് ആ ഗുഹയിലെ സ്വർണം മുഴുവൻ വേണമായിരുന്നു.
ആ ഗുഹ എവിടെയാണെന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തരൂ. ആ മന്ത്രവും എനിക്ക് പഠിക്കണം. കാസിം ആവശ്യപ്പെട്ടു. അലിബാബ ഗുഹയിലേക്കുള്ള വഴിയും സിംസിമെ തുറക്കൂ എന്ന മന്ത്രവും കാസിമിന് പറഞ്ഞുകൊടുത്തു. സന്തോഷത്തോടെ കാസിം വീട്ടിലേക്ക് മടങ്ങി. അവൻ പിറ്റേന്ന് തന്നെ വലിയൊരു യാത്രയ്ക്ക് തയ്യാറെടുത്തു. അലിബാബയെ പോലെ 3 കഴുതകളെയല്ല, മറിച്ച് 10 കോവർ കഴുതകളെയാണ് അവൻ കൂടെ കൂട്ടിയത്. എല്ലാറ്റിന്റെയും പുറത്ത് വലിയ പെട്ടികൾ വെച്ചു. ആ ഗുഹയിലുള്ള സകല സ്വർണവും ഒറ്റയടിക്ക് കടത്താനായിരുന്നു കാസിമിന്റെ പദ്ധതി. കാസിം കാട്ടിലേക്ക് യാത്രയായി. അലിബാബ പറഞ്ഞ വഴിയിലൂടെ അവൻ കൃത്യമായി ആ വലിയ പാറക്കെട്ടിന് മുന്നിലെത്തി. ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. അവൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, സിംസിമേ തുറക്കൂ. അത് അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് കാസിം അന്തം വിട്ടു. പാറവാതിൽ തുറന്നു. അവൻ വേഗം ഉള്ളിൽ കയറി. ഗുഹയുടെ വാതിലടഞ്ഞു. ഉള്ളിലെ സ്വർണക്കൂമ്പാരങ്ങൾ കണ്ട് കാസിം ആനന്ദ നൃത്തം ചവിട്ടി. അവൻ കൊണ്ടുവന്ന ചാക്കുകളിലും പെട്ടികളിലും എല്ലാം സ്വർണം വാരി നിറയ്ക്കാൻ തുടങ്ങി. സമയം പോകുന്നത് അവൻ അറിഞ്ഞില്ല. സ്വർണം കാണുമ്പോഴുള്ള അത്യാഗ്രഹം കൊണ്ട് അവൻ ഓരോ നാണയവും പെറുക്കിയെടുത്തു. ഒടുവിൽ കൊണ്ടുവന്ന പെട്ടികളെല്ലാം നിറഞ്ഞു. ഇനി തിരിച്ചു പോകാം എന്ന് കാസിം കരുതി. അവൻ വാതിലിനടുത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴാണ് ആ വലിയ ദുരന്തം സംഭവിച്ചത്. അമിതമായ ആവേശത്തിനിടയിൽ വാതിൽ തുറക്കാനുള്ള മന്ത്രം കാസിം മറന്നുപോയി. സിംസിമെ എന്ന വാക്ക് അവന്റെ ഓർമ്മയിൽ വന്നില്ല. മറിച്ച് മറ്റു പല ധാന്യങ്ങളുടെയും പേരുകൾ അവൻ വിളിച്ചു പറയാൻ തുടങ്ങി. ഗോതമ്പേ തുറക്കൂ, പാറ അനങ്ങിയില്ല. അരി തുറക്കൂ, രക്ഷയില്ല. കടലയെ തുറക്കൂ, ഇല്ല, വാതിൽ തുറക്കുന്നില്ല. കാസിം ഭയന്നു വിറച്ചു. അവൻ അറിയാവുന്ന എല്ലാ ധാന്യങ്ങളുടെ പേരും വിളിച്ചു പറഞ്ഞു. ബാർലി, ചോളം, പയർ. പക്ഷേ സിംസിം, എള്ള് എന്ന വാക്ക് മാത്രം അവൻ ഓർമ്മ വന്നില്ല. ദൈവം അത്യാഗ്രഹത്തിന് നൽകിയ ശിക്ഷ പോലെ അവന്റെ മനസ്സ് ശൂന്യമായി. കാസിം ആ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയി. സമയം കടന്നുപോയി. ഉച്ച തിരിഞ്ഞു. പെട്ടെന്നാണ് പുറത്ത് കുതിരകളുടെ ശബ്ദം കേട്ടത്. കള്ളന്മാർ തിരിച്ചെത്തിയിരിക്കുന്നു. കാസിമിന്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. കള്ളന്മാരുടെ തലവനും സംഘവും വാളുകളുമായി അകത്തേക്ക് കയറി. ഗുഹയുടെ ഉള്ളിൽ അപരിചിതനായ ഒരാളെ കണ്ടതും തങ്ങളുടെ രഹസ്യം ചോർന്നു എന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ രോഷാകുലരായി. അടുത്ത നിമിഷം എന്ത് സംഭവിച്ചു എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാസിമിന്റെ അത്യാഗ്രഹം അവന്റെ ജീവനെടുത്തു. കള്ളന്മാർ അവനെ വെട്ടിവീഴ്ത്തി. മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ വേണ്ടി കാസിമിന്റെ ശരീരം കഷ്ണങ്ങളാക്കി ഗുഹയുടെ വാതിലിന് ഇരുവശത്തുമായി തൂക്കിയിട്ടു. എന്നിട്ട് അവർ സ്ഥലം വിട്ടു. രാത്രിയായിട്ടും കാസിം തിരിച്ചെത്താത്തത് കണ്ട് അവന്റെ ഭാര്യ ഭയന്നു. അവർ ഓടി അലിബാബയുടെ അടുത്തെത്തി. അലിബാബ, നിന്റെ ജ്യേഷ്ഠൻ രാവിലെ കാട്ടിലേക്ക് പോയതാണ്. ഇതുവരെ തിരിച്ചെത്തിയില്ല. എനിക്ക് പേടിയാകുന്നു. അലിബാബയ്ക്ക് കാര്യം മനസ്സിലായി. അവൻ ഉടൻ തന്നെ തന്റെ കഴുതകളുമായി കാട്ടിലേക്ക് തിരിച്ചു. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. തന്റെ സഹോദരന്റെ അറ്റുകിടക്കുന്ന ശരീരം. അലിബാബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ ശരീരഭാഗങ്ങൾ എടുത്ത് തുണിയിൽ പൊതിഞ്ഞു. ജ്യേഷ്ഠൻ അർഹമായ അന്ത്യകർമ്മങ്ങൾ നൽകണമെന്ന് അവൻ തീരുമാനിച്ചു. അത് തന്റെ കഴുതയുടെ പുറത്തു വെച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അതിനു മുകളിൽ വിറകുകൾ വെച്ച് മറച്ചു. ബാക്കിയുള്ള 2 കഴുതുകളുടെ പുറത്ത് ഗുഹയിൽ നിന്നും കിട്ടിയ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൂടി അവൻ വെച്ചു. അവയെയും വിറക് കൊണ്ട് മൂടി. ഭാരപ്പെട്ട മനസ്സോടെ അലിബാബ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. കാസിമിന്റെ വീട്ടിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. അവൻ മെല്ലെ വാതിലിൽ മുട്ടി. കാസിമിന്റെ ഭാര്യയും വീട്ടിലെ വിശ്വസ്തയായ വേലക്കാരി മർജിയാനെയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അലിബാബ അകത്തേക്ക് കയറി. അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അലിബാബ നടന്ന സംഭവങ്ങളെല്ലാം വിറയലോടെ പറഞ്ഞു. കാസിമിന്റെ ശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ബോധരഹിതയായി വീഴാൻ പോയി. എന്നാൽ അലിബാബ അവരെ താങ്ങി. ഇപ്പോൾ കരയാനുള്ള സമയമല്ല. അലിബാബ പതുക്കെ പറഞ്ഞു, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. കാസിമിന് എന്ത് സംഭവിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ, അല്ലെങ്കിൽ കള്ളന്മാർ നമ്മളെ തേടി വന്നാൽ നമ്മുടെ വംശം തന്നെ അവർ ഇല്ലാതാക്കും. അതിനാൽ ഈ മരണം ഒരു സ്വാഭാവിക മരണമായി നാട്ടുകാരെ വിശ്വസിപ്പിക്കണം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും ബുദ്ധിമതിയായ കഥാപാത്രം മർജിയാനയുടെ പ്രവേശനം. അവൾ വെറുമൊരു വേലക്കാരിയായിരുന്നില്ല, നല്ല കൂർമ്മബുദ്ധിയും ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ പറഞ്ഞു, യജമാനനെ വിഷമിക്കണ്ട, ആരും സംശയിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം.
മർജിയാന പിറ്റേന്ന് രാവിലെ തന്നെ നഗരത്തിലെ വൈദ്യശാലയിലേക്ക് പോയി. മുഖത്ത് വലിയ സങ്കടം വരുത്തിക്കൊണ്ട് അവൾ വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ, എൻ്റെ യജമാനൻ കാസിമിന് അസുഖം വളരെ കൂടുതലാണ്. ഒട്ടും വയ്യ. അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഏറ്റവും വീര്യം കൂടിയ മരുന്ന് തരണം. വൈദ്യർ കൊടുത്ത മരുന്നുമായി അവൾ വീട്ടിലെത്തി. ഉച്ചയായപ്പോൾ അവൾ വീണ്ടും വൈദ്യശാലയിൽ പോയി. ഇത്തവണ അവൾ കൂടുതൽ കരഞ്ഞുകൊണ്ടാണ് പോയത്. അയ്യോ, ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല. അദ്ദേഹം മരിക്കാറായി എന്ന് തോന്നുന്നു. കുറച്ചുകൂടി നല്ല മരുന്ന് തരൂ. അങ്ങനെ കാസിമിന് ഗുരുതരമായ അസുഖമാണെന്ന വാർത്ത മർജിയാന നഗരത്തിൽ പരത്തി. വൈകുന്നേരമായപ്പോൾ കാസിം മരിച്ചതായി അവർ നാട്ടുകാരെ അറിയിച്ചു. സ്വാഭാവികമായും അസുഖം മൂലമാണ് മരണമെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആർക്കും സംശയം തോന്നിയില്ല. എന്നാൽ ഒരു വലിയ പ്രശ്നം ബാക്കിയുണ്ടായിരുന്നു. കള്ളന്മാർ വെട്ടിക്കീറിയ ശരീരവുമായി എങ്ങനെ ശവസംസ്കാരം നടത്തും? ശരീരം കണ്ടാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാകും. ശരീരം തുന്നിച്ചേർക്കണം. അതിന് വിശ്വസ്തനായ ഒരാളെ വേണം. രാത്രിയുടെ ഇരുളിൽ മർജിയാന നഗരത്തിലേക്ക് ഇറങ്ങി. അവൾക്ക് ബാബ മുസ്തഫ എന്നു പേരുള്ള വയസ്സായ ഒരു തുന്നൽക്കാരനെ അറിയാമായിരുന്നു. നഗരത്തിലെ ചന്ത ആരും കാണാതെ തുറന്നിരിക്കുന്ന സമയത്താണ് അവൾ അവിടെ എത്തിയത്. ബാബ മുസ്തഫ തന്റെ കട അടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. മർജിയാന അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് ഒരു സ്വർണ്ണ നാണയം കയ്യിൽ വെച്ചു കൊടുത്തു. സ്വർണ്ണ നാണയം കണ്ടപ്പോൾ ബാബ മുസ്തഫയുടെ കണ്ണുകൾ വിടർന്നു. ബാബ മുസ്തഫ, മർജിയാന പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു ജോലിയുണ്ട്. പക്ഷേ ഒരു നിബന്ധന, നിങ്ങളുടെ കണ്ണുകൾ ഞാൻ കെട്ടും. വഴി കാണാൻ പാടില്ല. ആദ്യം അദ്ദേഹം മടിച്ചെങ്കിലും മർജിയാന വീണ്ടും ഒരു സ്വർണ്ണ നാണയം കൂടി കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. മർജിയാന അദ്ദേഹത്തിന്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മുറുക്കി കെട്ടി. എന്നിട്ട് കൈ പിടിച്ച് കാസിമിന്റെ വീട്ടിലേക്ക് നടത്തി കൊണ്ടുപോയി. വഴിയിൽ പല വളവുകളും തിരിവുകളും അവർ പിന്നിട്ടു. അവസാനം അവർ വീട്ടിലെത്തി. കാസിമിന്റെ ശരീരം കിടത്തിയിരുന്ന മുറിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ വെച്ച് കെട്ടഴിച്ചു. മർജിയാന പറഞ്ഞു, ഈ ശരീരം കഷ്ണങ്ങളായിരിക്കുകയാണ്. ഇത് വേഗം തുന്നിച്ചേർക്കണം. ആരും ഇതറിയരുത്. ഭയന്നുപോയെങ്കിലും ബാബ മുസ്തഫ തന്റെ ജോലി ഭംഗിയായി ചെയ്തു. ശരീരം പഴയതുപോലെ തുന്നിച്ചേർത്തു. ജോലി കഴിഞ്ഞപ്പോൾ മർജിയാന വീണ്ടും അദ്ദേഹത്തിന്റെ കണ്ണുകൾ കെട്ടി വന്ന വഴിയിലൂടെ തന്നെ തിരികെ കൊണ്ടുപോയി കടയുടെ മുൻപിൽ വിട്ടു. പിറ്റേന്ന് കാസിമിന്റെ ശവസംസ്കാരം വളരെ ഗംഭീരമായി തന്നെ നടന്നു. ശരീരം കഴുകി വസ്ത്രം ധരിപ്പിച്ചിരുന്നത് കൊണ്ട് തുന്നലുകൾ ആരും കണ്ടില്ല. അലിബാബയും കുടുംബവും വലിയ ദുഃഖത്തിൽ പങ്കുചേർന്നു. കാസിമിന്റെ സ്വത്തുക്കളും കച്ചവടവും നോക്കി നടത്താൻ അലിബാബ കാസിമിന്റെ വീട്ടിലേക്ക് താമസം മാറി. തന്റെ പഴയ കുടിൽ ഉപേക്ഷിച്ച് അവൻ ആ വലിയ മാളികയിൽ ജീവിക്കാൻ തുടങ്ങി. കാസിമിന്റെ മകനെ കൊണ്ട് കച്ചവടം ഏറ്റെടുപ്പിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയായി കലാശിച്ചു എന്നവർ കരുതി. പക്ഷേ കാട്ടിൽ കഥ മാറുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കള്ളന്മാർ ഗുഹയിലേക്ക് മടങ്ങി വന്നു. അവർ ഗുഹയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാസിമിന്റെ ശരീരം അവിടെയില്ല. മാത്രമല്ല, കുറെ സ്വർണ്ണ നാണയങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. കള്ളന്മാരുടെ തലവൻ കോപം കൊണ്ട് വിറച്ചു. അവൻ അലറി, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കൊന്നവൻ മാത്രമല്ല, വേറെ ആരോ കൂടി ഈ ഗുഹയുടെ രഹസ്യം അറിഞ്ഞിട്ടുണ്ട്. അവൻ ആ ശരീരം എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. അവനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ നിധിശേഖരം മുഴുവൻ അവൻ കവർന്നെടുക്കും. കള്ളന്മാരെല്ലാവരും തലവന്റെ വാക്കുകൾ ശരിവെച്ചു. നമ്മളിൽ ഏറ്റവും മിടുക്കനായ ഒരാൾ വേഷം മാറി നഗരത്തിലേക്ക് പോകണം, തലവൻ കൽപ്പിച്ചു. അവിടെ അടുത്തിടെ ആരെങ്കിലും മരിച്ചോ എന്നും ആരുടെയെങ്കിലും മൃതശരീരം വിചിത്രമായ രീതിയിൽ സംസ്കരിച്ചോ എന്നും അന്വേഷിക്കണം. ആ രഹസ്യം അറിയുന്നവനെ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കള്ളന്മാരിൽ ഒരുവൻ ഒരു സാധാരണ വ്യാപാരിയുടെ വേഷത്തിൽ നഗരത്തിലേക്ക് പുറപ്പെട്ടു. നേരം വെളുത്തപ്പോൾ അവൻ നഗരത്തിലെത്തി. യാദൃച്ഛികമായി അവൻ ചെന്നുപെട്ടത് ബാബ മുസ്തഫയുടെ തുന്നൽ കടയുടെ മുൻപിലായിരുന്നു. ബാബ മുസ്തഫ അതിരാവിലെ തന്നെ ജോലി തുടങ്ങിയിരുന്നു. കള്ളൻ വെറുതെ സംസാരം തുടങ്ങി. എന്താ ബാബ, ഇത്ര വെളുപ്പിനെ ജോലി തുടങ്ങിയോ? ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ടോ? ബാബ മുസ്തഫ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കണ്ണിന്റെ കാര്യം നീ പറയണ്ട. ഈയിടെ ഞാനൊരു മൃതശരീരം തുന്നിച്ചേർത്തത് തീരെ വെളിച്ചമില്ലാത്ത മുറിയിൽ വെച്ചാണ്. എന്നിട്ടും ഒരൊറ്റ തുന്നൽ പോലും തെറ്റിയില്ല. ഇത് കേട്ടപ്പോൾ കള്ളൻ ഞെട്ടി. അവൻ അന്വേഷിക്കുന്ന ആൾ ഇതാ മുന്നിൽ. അവൻ ആകാംക്ഷയോടെ ചോദിച്ചു, മൃതശരീരം തുന്നിച്ചേർത്തെന്നോ? അതെവിടാ? ആരാണ് നിങ്ങളെ വിളിച്ചത്?
ബാബ മുസ്തഫ പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണ് കെട്ടിയാണ് കൊണ്ടുപോയത്. വീട് ഏതാണെന്ന് എനിക്കറിയില്ല. കള്ളൻ ഉടനെ ഒരു സ്വർണ്ണ നാണയം എടുത്ത് ബാബ മുസ്തഫയ്ക്ക് കൊടുത്തു. ബാബ, നിങ്ങൾ ശ്രമിച്ചാൽ ആ വഴി ഓർമ്മിക്കാൻ കഴിയും. അന്ന് കണ്ണ് കെട്ടിയാണെങ്കിലും നടന്ന വഴികൾ ഓർത്തു നോക്കൂ. സ്വർണത്തിന്റെ തിളക്കം കണ്ടപ്പോൾ ബാബ മുസ്തഫ വഴങ്ങി. ശരി, ഞാൻ നോക്കാം. അവർ രണ്ടുപേരും കൂടി നടന്നു. ബാബ മുസ്തഫ ഓരോ സ്ഥലത്തു നിന്ന് ആലോചിച്ചു. ഇവിടെ വെച്ച് ഞാൻ വലത്തോട്ട് തിരിഞ്ഞു. ഇവിടെ ഒരു കയറ്റമായിരുന്നു. ഇവിടെ മരുന്നിന്റെ മണമുണ്ടായിരുന്നു. അങ്ങനെ ഓർത്തെടുത്ത് ബാബ മുസ്തഫ കാസിമിന്റെ, ഇപ്പോൾ അലിബാബ താമസിക്കുന്ന വീടിന്റെ മുൻപിലെത്തി. ഇതാണ് വീട്, ബാബ മുസ്തഫ പറഞ്ഞു. ഇവിടെയാണ് എന്നെ കൊണ്ടുവന്നത്. കള്ളന് സന്തോഷമായി. അവൻ ബാബ മുസ്തഫയെ പറഞ്ഞയച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെളുത്ത ചോക്കെടുത്ത് ആ വലിയ വീട്ടിന്റെ വാതിലിൽ ഒരു എക്സ് അടയാളമിട്ടു. രാത്രിയിൽ തൻ്റെ സംഘവുമായി വന്ന് ഈ വീട്ടിലുള്ളവരെ കൊല്ലാമെന്നവൻ കരുതി. അവൻ വേഗം കാട്ടിലേക്ക് മടങ്ങി വന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മർജിയാന പുറത്തിറങ്ങിയപ്പോൾ വാതിലിൽ ആ വെളുത്ത അടയാളം കണ്ടു. അവൾക്ക് സംശയം തോന്നി. ഇത് വെറുതെ കളിക്കാൻ ആരെങ്കിലും വരച്ചതല്ല. ഇത് കള്ളന്മാരുടെ പണിയാണ്. അവർ വീട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവൾ ഉടനെ ഒരു കഷ്ണം ചോക്കെടുത്തു. ആ തെരുവിലുള്ള എല്ലാ വീടുകളുടെയും വാതിലുകളിലും അതേപോലെ എക്സ് എന്ന അടയാളം വരച്ചു വെച്ചു. രാത്രിയിൽ കള്ളന്മാരുടെ സംഘം നഗരത്തിലെത്തി. തലവൻ ചോദിച്ചു, ഏതാണ് വീട്? ഒറ്റുകാരൻ പറഞ്ഞു, വാതിലിൽ വെള്ള അടയാളമുള്ള വീട്. അവർ നോക്കിയപ്പോൾ ആ തെരുവിലെ എല്ലാ വീടുകളിലും വെള്ള അടയാളം. ഏതാണ് അലിബാബയുടെ വീടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ കള്ളന്മാർ കുഴങ്ങി. തലവൻ ദേഷ്യത്തോടെ ഒറ്റുകാരനെ നോക്കി. അവരുടെ പദ്ധതി പൊളിഞ്ഞു. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ കള്ളന്മാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ അടുത്ത പദ്ധതി തയ്യാറാക്കി. കൂടുതൽ അപകടകരമായ, കൂടുതൽ തന്ത്രപരമായ ഒരു പദ്ധതി. അലിബാബ പോലും അറിയാതെ മരണം അവന്റെ വീടിനുള്ളിലേക്ക് വരാൻ പോകുകയാണ്. 40 എണ്ണ ഭരണികളിലായി ഒളിപ്പിച്ചു വെച്ച മരണത്തിന്റെ കഥ. കള്ളന്മാരുടെ സംഘം കാട്ടിലെ ഗുഹയിൽ തിരിച്ചെത്തി. തങ്ങളുടെ പദ്ധതി പാളിയതിൽ അവർക്ക് കടുത്ത അപമാനം തോന്നി. പ്രത്യേകിച്ച് ആ വീട് കണ്ടുപിടിച്ച കള്ളന്. തലവൻ രോഷാകുലനായി പറഞ്ഞു, നമ്മുടെ രഹസ്യം അപകടത്തിലാണ്. ഒരു ചെറിയ പിഴവ് പോലും നമുക്ക് താങ്ങാനാവില്ല. വീട് കണ്ടുപിടിച്ചിട്ടും അത് കൃത്യമായി കാണിച്ചു തരാൻ കഴിയാത്ത ഇവൻ നമുക്ക് അപമാനമാണ്. കള്ളന്മാരുടെ നിയമം കഠിനമായിരുന്നു. പരാജയപ്പെട്ട ആ കള്ളനെ തലവൻ അവിടെ വെച്ച് തന്നെ വകവരുത്തി. ഇപ്പോൾ കള്ളന്മാരുടെ എണ്ണം 39 കുറഞ്ഞു. ഇനി ആരാണ് പോകുന്നത്? തലവൻ ചോദിച്ചു. അപ്പോൾ മറ്റൊരു കള്ളൻ മുന്നോട്ട് വന്നു. പ്രഭു, ഞാൻ പോകാം. ഇത്തവണ ഒരു തെറ്റും പറ്റില്ല. ഞാൻ ആ വീട് കണ്ടുപിടിക്കും. ആരും മായ്ക്കാത്ത, ആർക്കും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ അടയാളം വയ്ക്കും. തലവൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടാമത്തെ കള്ളൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവൻ നേരെ ചെന്നത് ബാബ മുസ്തഫയുടെ അടുത്തേക്കാണ്. വീണ്ടും സ്വർണ്ണ നാണയം കൊടുത്ത് ബാബ മുസ്തഫയെ കൊണ്ട് അലിബാബയുടെ വീട് അവൻ കാണിപ്പിച്ചു. ഇത്തവണ കള്ളൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചു. വെള്ള ചോക്കിന് പകരം അവൻ ചുവന്ന പെയിന്റാണ് കൊണ്ടുവന്നത്. വാതിലിന്റെ ഒരു മൂലയിൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത, എന്നാൽ തനിക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അവൻ ചെറിയൊരു ചുവന്ന അടയാളമിട്ടു. ഇത്തവണ മർജിയാനയോ മറ്റാരും ഇത് കാണില്ല എന്ന് അവൻ ഉറപ്പിച്ചു. സന്തോഷത്തോടെ അവൻ കാട്ടിലേക്ക് മടങ്ങി. എന്നാൽ മർജിയാനയുടെ കണ്ണുകൾ കഴുകന്റേതുപോലെ കൂർമ്മമായിരുന്നു. അലിബാബ പുറത്തുപോയി തിരികെ വന്നപ്പോൾ വാതിൽ തുറക്കാനായി എത്തിയ മർജിയാന ആ ചുവന്ന അടയാളം കണ്ടു. ആ, അവർ വീണ്ടും വന്നിരിക്കുന്നു. അവൾക്ക് കാര്യം പിടികിട്ടി. ഇത്തവണ ചുവന്ന ചായമാണല്ലേ, കൊള്ളാം. അവൾ ഒട്ടും അമാന്തിച്ചില്ല. വീടിന്റെ പിൻഭാഗത്ത് ചെന്ന് കുറച്ച് ചുവന്ന ചായമുണ്ടാക്കി. എന്നിട്ട് ആ തെരുവിലെ എല്ലാ വീടുകളുടെയും വാതിലുകളിൽ കള്ളനിട്ട അതേ സ്ഥലത്ത് അതേ വലിപ്പത്തിൽ ചുവന്ന അടയാളമിട്ടു. രാത്രിയായി. കള്ളന്മാരുടെ വലിയ സംഘം നഗരത്തിലെത്തി. ഇത്തവണ ഉറപ്പായും അലിബാബയെ പിടിക്കുമെന്ന ആവേശത്തിലായിരുന്നു അവർ. തലവൻ ചോദിച്ചു, എവിടെയാണ് വീട്? രണ്ടാമത്തെ കള്ളൻ അഭിമാനത്തോടെ പറഞ്ഞു, പ്രഭു, വാതിലിൽ ചുവന്ന അടയാളമുള്ള വീട് നോക്കൂ. തലവൻ നോക്കിയപ്പോൾ കണ്ടത് നിരനിരയായി നിൽക്കുന്ന എല്ലാ വീടുകളിലും ചുവന്ന അടയാളം. തലവന് ദേഷ്യം കൊണ്ട് കണ്ണിന് മുൻപിൽ ഇരുട്ട് കയറി. വിഡ്ഢി, നീയും ഞങ്ങളെ പറ്റിക്കുകയാണോ? എല്ലാ വീടുകളിലും അടയാളമുണ്ടല്ലോ. ആ പദ്ധതിയും പൊളിഞ്ഞു.
നിരാശരായി അവർക്ക് കാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പരാജയപ്പെട്ട രണ്ടാമത്തെ കള്ളനെയും തലവൻ അവിടെ വെച്ച് തന്നെ വകവരുത്തി. ഇപ്പോൾ കള്ളന്മാരുടെ എണ്ണം 38 ഇനി ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തലവന് മനസ്സിലായി. അവൻ സ്വയം തീരുമാനിച്ചു, ഇനി ഞാൻ തന്നെ പോകും, അടയാളങ്ങൾ ഒന്നും ഇടില്ല, പകരം ആ വീട് ഞാൻ എൻ്റെ മനസ്സിൽ പതിപ്പിക്കും. തലവൻ വേഷം മാറി നഗരത്തിലെത്തി. ബാബ മുസ്തഫയുടെ സഹായത്തോടെ അലിബാബയുടെ വീട് കണ്ടുപിടിച്ചു. അവൻ ആ വീടിന്റെ ഓരോ പ്രത്യേകതകളും, ജനലുകളുടെ എണ്ണവും നിറവും പരിസരവും എല്ലാം തന്റെ മനസ്സിൽ കുറിച്ചു. തിരിച്ചുപോയി വഴി തെറ്റാതിരിക്കാൻ അവൻ വീണ്ടും വീണ്ടും നടന്നു നോക്കി ഉറപ്പുവരുത്തി. കാട്ടിൽ തിരിച്ചെത്തിയ തലവൻ തന്റെ ബാക്കിയുള്ള 37 അനുയായികളെ വിളിച്ചുകൂട്ടി. അവൻ പറഞ്ഞു, ഇത്തവണ നമ്മൾ നേരിട്ട് ആക്രമിക്കില്ല, പകരം തന്ത്രത്തിലൂടെ നമ്മൾ ആ വീട്ടിനുള്ളിൽ കയറും. അതിനെനിക്കൊരു വഴിയുണ്ട്. അവനൊരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. അവൻ 19 കോവർ കഴുതകളെയും 38 വലിയ എണ്ണ ഭരണികളെയും സംഘടിപ്പിച്ചു. ഇതിൽ ഒരു ഭരണിയിൽ അവൻ നിറയെ എണ്ണ ഒഴിച്ചു വെച്ചു. ബാക്കിയുള്ള 37 ഭരണികൾ കാലിയാക്കി വെച്ചു. തലവൻ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ആയുധങ്ങളുമായി ഈ 37 ഭരണികൾക്കുള്ളിൽ കയറിയിരിക്കണം. ഞാൻ ഭരണിയുടെ വായ്ഭാഗം തുണി കൊണ്ട് കെട്ടും, പക്ഷെ നിങ്ങൾക്ക് ശ്വസിക്കാൻ ചെറിയൊരു വിടവ് നൽകും. നമ്മൾ അലിബാബയുടെ വീട്ടിലെത്തും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ സിഗ്നൽ തരും. അപ്പോൾ നിങ്ങൾ ഭരണികൾ പൊളിച്ചു പുറത്തിറങ്ങണം. കള്ളന്മാർ സമ്മതിച്ചു. അവർ ഓരോരുത്തരായി ഭരണികൾക്കുള്ളിൽ ഒളിച്ചിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ അത് എണ്ണ വിൽക്കാൻ കൊണ്ടുപോകുന്ന ഭരണികളാണെന്നേ തോന്നൂ. തലവൻ ഒരു എണ്ണ കച്ചവടക്കാരന്റെ വേഷം ധരിച്ചു. 19 കോവർ കഴുതകളുടെ പുറത്തായി ഈ 38 ഭരണികൾ, അതായത് ഒരു വശത്ത് എണ്ണയുള്ള ഭരണി, മറുവശത്ത് കള്ളനുള്ള ഭരണി എന്ന കണക്കിൽ കെട്ടിവെച്ചു. അങ്ങനെ ആ മരണയാത്ര ആരംഭിച്ചു. സന്ധ്യയായപ്പോൾ അവർ അലിബാബയുടെ വീടിന് മുന്നിലെത്തി. അലിബാബ വീടിന്റെ ഉമ്മറത്ത് കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. തലവൻ, അതായത് എണ്ണ കച്ചവടക്കാരന്റെ വേഷത്തിൽ അലിബാബയുടെ അടുത്ത് ചെന്ന് വണങ്ങി. അല്ലയോ മാന്യനായ ഗൃഹനാഥ, ഞാൻ ദൂരദേശത്ത് നിന്നും വരുന്ന ഒരു എണ്ണ കച്ചവടക്കാരനാണ്. ഈ എണ്ണ ചന്തയിൽ വിൽക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ എത്തിയപ്പോഴേക്കും നേരം വൈകി. ഇന്ന് രാത്രി എനിക്കിവിടെ തങ്ങാൻ ഒരിടം നൽകാമോ? എന്റെ കഴുതകൾക്കും ഒരൽപ്പൻ വിശ്രമം വേണം. അലിബാബയുടെ മനസ്സ് വിശാലമായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം സഹോദരനെ കൊന്ന, തന്നെ കൊല്ലാൻ വന്ന കള്ളന്മാരുടെ തലവനാണെന്ന് പാവം അലിബാബ അറിഞ്ഞില്ല. അലിബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും അതിഥികളെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. നിങ്ങൾക്കിവിടെ താമസിക്കാം. നിങ്ങളുടെ കഴുതകളെയും എണ്ണഭരണികളെയും എന്റെ മുറ്റത്ത് സുരക്ഷിതമായി വെക്കാം. അലിബാബ തന്റെ ഭൃത്യന്മാരെ വിളിച്ചു. കഴുതകൾക്ക് തീറ്റ കൊടുക്കാനും അതിഥിക്ക് നല്ല ഭക്ഷണം നൽകാനും ഏർപ്പാട് ചെയ്തു. കള്ളന്മാരുടെ തലവൻ തന്റെ കഴുതകളെ മുറ്റത്ത് നിർത്തി ഭരണികൾ ഓരോന്നായി താഴെ ഇറക്കി മുറ്റത്ത് നിരത്തിവെച്ചു. അവൻ ഓരോ ഭരണിയുടെയും അടുത്തു ചെന്ന് പതുക്കെ പറഞ്ഞു, ഇപ്പോൾ അനങ്ങരുത്. രാത്രി ഞാൻ കല്ലുകൾ എറിയുമ്പോൾ മാത്രം പുറത്തിറങ്ങിയാൽ മതി. അകത്തിരുന്ന കള്ളന്മാർ അത് കേട്ട് അനങ്ങാതെയിരുന്നു. അലിബാബ അതിഥിയെ സൽക്കരിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങാൻ എണ്ണക്കച്ചവടക്കാരൻ അനുവാദം ചോദിച്ചു. അലിബാബ അയാൾക്ക് നല്ലൊരു മുറി നൽകി. വീട് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ഒരാൾ മാത്രം ഉറങ്ങിയിരുന്നില്ല, മർജിയാന. അവൾ അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്നു. പിറ്റേന്നത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് അവളുടെ വിളക്കിലെ എണ്ണ തീർന്നുപോയത്. വിളക്കണഞ്ഞു. വീട്ടിൽ വേറെ എണ്ണയില്ല. കടകളെല്ലാം അടച്ചു. എന്തു ചെയ്യുമെന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത്. മുറ്റത്തു വന്ന അതിഥിയുടെ കയ്യിൽ നിറയെ എണ്ണഭരണികളുണ്ടല്ലോ. അതിൽ നിന്നും ഒരൽപ്പം എണ്ണ എടുത്താൽ അദ്ദേഹത്തിന് പരാതി ഉണ്ടാകില്ല. ഒരു പാത്രവുമായി മർജിയാന ഇരുട്ടിലൂടെ മുറ്റത്തേക്ക് നടന്നു. നിലാവെളിച്ചത്തിൽ നിരത്തി വെച്ചിരിക്കുന്ന വലിയ ഭരണികൾ അവൾ കണ്ടു. അവൾ ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ പാത്രം ഭരണിയുടെ അടുത്തേക്ക് നീട്ടിയതും ഭരണിക്കുള്ളിൽ നിന്നും ഒരു ശബ്ദം. മർജിയാന ഞെട്ടിപ്പോയി. അത് എണ്ണയുടെ ശബ്ദമല്ല, മനുഷ്യന്റെ ശബ്ദമാണ്. ഭരണിക്കുള്ളിൽ നിന്നും പരുക്കൻ ശബ്ദത്തിൽ ഒരു ചോദ്യം. തലവാ, സമയമായോ? ഞങ്ങൾ പുറത്തിറങ്ങട്ടെ? മർജിയാനിയുടെ രക്തം മരവിച്ചു പോയി. ഇത് എണ്ണയല്ല, ഇത് ചതിയാണ്. തന്റെ യജമാനനെ കൊല്ലാൻ വന്ന കള്ളന്മാരാണ് ഈ ഭരണികൾക്കുള്ളിലെന്ന് അവൾക്ക് നിമിഷനേരം കൊണ്ട് മനസ്സിലായി.
സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അവിടെ വെച്ച് നിലവിളിച്ചേനെ. പക്ഷേ മർജിയാന അസാമാന്യ ധൈര്യശാലിയായിരുന്നു. അവൾ ശബ്ദത്തിൽ ഒരു മാറ്റവും വരുത്താതെ കള്ളന്മാരുടെ തലവന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഇല്ല, സമയമായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. അവൾ അടുത്ത ഭരണിയുടെ അടുത്ത് പോയി. അവിടെ നിന്നും അതേ ചോദ്യം. സമയമായോ? അവൾ അതേ മറുപടി നൽകി. അങ്ങനെ ഓരോ ഭരണിയുടെ അടുത്ത് പോയും അവൾ ഇത് ആവർത്തിച്ചു. അവസാനം എണ്ണയുള്ള ഒരേ ഒരു ഭരണി അവൾ കണ്ടെത്തി. മർജിയാനയ്ക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. 37 കൊടും കള്ളന്മാർ ആയുധങ്ങളുമായി തന്റെ വീടിന്റെ മുറ്റത്തുണ്ട്. തലവൻ വീടിനുള്ളിലും. അലിബാബയും കുടുംബവും ഗാഠനിദ്രയിലാണ്. താൻ ഒന്ന് പിഴച്ചാൽ എല്ലാവരും മരിക്കും. മർജിയാനയുടെ തലയിൽ ഒരു ഉഗ്രൻ ബുദ്ധി ഉദിച്ചു. അവൾ ആ എണ്ണയുള്ള ഭരണിയിൽ നിന്നും ആവശ്യത്തിന് എണ്ണയെടുത്തു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ വലിയൊരു ചെമ്പുകലം അടുപ്പത്ത് വെച്ചു. അതിൽ നിറയെ എണ്ണയൊഴിച്ചു. തീ കൂട്ടി എണ്ണ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങി. തിളച്ചു മറിയുന്ന എണ്ണയുമായി മർജിയാന വീണ്ടും മുറ്റത്തേക്കിറങ്ങി. അവളുടെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അടുക്കളയിലെ അടുപ്പിൽ തീയാളി കത്തി. വലിയൊരു ചെമ്പുകലത്തിൽ എണ്ണ തിളച്ചു മറിയുന്നു. മർജിയാനയുടെ മുഖം ആ തീ വെളിച്ചത്തിൽ ചുവന്നു തുടുത്തു. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് തന്റെ യജമാനനെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. അവർ ഒരു വലിയ പാത്രത്തിൽ തിളച്ച എണ്ണ കോരിയെടുത്തു. അവളുടെ കൈകൾ വിറച്ചില്ല. കാരണം അവൾക്കറിയാം, ഒരു നിമിഷം പാഴാക്കിയാൽ, ഒരു കൈ വിറച്ചാൽ പുലരുന്നതുകൊണ്ട് ഈ വീട് ശവപ്പറമ്പാകും. അവൾ പതുക്കെ മുറ്റത്തേക്കിറങ്ങി. നിലാവെളിച്ചത്തിൽ നിരനിരയായി നിൽക്കുന്ന ആ ഭരണികൾ കണ്ടാൽ തോന്നും തല വെട്ടി മാറ്റപ്പെട്ട രാക്ഷസന്മാർ നിൽക്കുകയാണെന്ന്. അവൾ ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് ചെന്നു. ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന കള്ളൻ തന്റെ തലവന്റെ സിഗ്നലിനായി കാതോർത്തിരിക്കുകയാണ്. അവൻ അറിഞ്ഞില്ല തന്റെ തലയ്ക്ക് മുകളിൽ മരണം വന്ന് നിൽക്കുന്നതെന്ന്. മർജിയാന ഒട്ടും മടിച്ചു നിന്നില്ല. ആ തിളച്ച എണ്ണ അവൾ ഭരണിയുടെ ചെറിയ വിടവിലൂടെ ഉള്ളിലേക്ക് ഒഴിച്ചു. അകത്തു നിന്നും ഒരു നിലവിളി പുറത്തേക്ക് വരാൻ തുടങ്ങിയെങ്കിലും തിളച്ച എണ്ണയുടെ കാഠിന്യത്തിൽ അത് തൊണ്ടയിൽ തന്നെ കുരുങ്ങിപ്പോയി. ചൂട് സഹിക്കാനാവാതെ, ശ്വാസം കിട്ടാതെ ആ കള്ളൻ നിമിഷനേരം കൊണ്ട് നിശബ്ദനായി. അവൾ അടുത്ത ഭരണിയുടെ അടുത്ത് നീങ്ങി. വീണ്ടും എണ്ണ കോരിയെടുത്തു. അടുത്ത ഭരണിയിലും ഒഴിച്ചു. അങ്ങനെ 37 തവണ. ഓരോ തവണയും അവൾ അടുക്കളയിലേക്ക് ഓടി വീണ്ടും ചൂടെണ്ണ കൊണ്ടുവന്നു. ഓരോ ഭരണിക്കു മുന്നിലും അവൾ മരണത്തിന്റെ ദേവതയെപ്പോലെ നിന്നു. 37 ശ്വാസങ്ങൾ ആ രാത്രിയിൽ എന്നേക്കുമായി നിലച്ചു. ആരും അറിഞ്ഞില്ല. ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ മർജിയാന അവസാനത്തെ തുള്ളി എണ്ണയും ഒഴിച്ച് പാത്രം താഴെ വെച്ചു. അവൾ ആകെ തളർന്നിരുന്നു. എങ്കിലും അവൾ അടുക്കളയിൽ പോയി തീ കെടുത്തി വിളക്കുകൾ അണച്ച് ജനൽ വിൻഡിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. സമയം പാതിരാത്രി കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പായപ്പോൾ വീടിന്റെ മുകളിലെ മുറിയിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന കള്ളന്മാരുടെ തലവൻ എഴുന്നേറ്റു. അവൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കി. മുറ്റത്ത് ഭരണികൾ അനക്കമില്ലാതെ നിൽക്കുന്നു. എന്റെ സൈന്യം തയ്യാറാണ്, അവൻ അഹങ്കാരത്തോടെ ഓർത്തു. അവൻ താഴേക്ക് ചെറിയ കല്ലുകൾ എറിഞ്ഞു. അതാണ് സിഗ്നൽ. കല്ല് വീഴുന്ന ശബ്ദം കേട്ടാൽ ഭരണികൾ പൊളിച്ച് കള്ളന്മാർ പുറത്തു വരണം. അതാണ് പദ്ധതി. ആദ്യത്തെ കല്ല് വീണു, ശബ്ദമില്ല. രണ്ടാമത്തെ കല്ല് വീണു, അനക്കമില്ല. മൂന്നാമത്തെ കല്ലുമെറിഞ്ഞു. താഴെ നിന്നും ഒരു പ്രതികരണവുമില്ല. തലവൻ ആദി കയറി. എന്താണ് സംഭവിക്കുന്നത്? ഇവർ ഉറങ്ങിപ്പോയോ? അവൻ പതുക്കെ താഴേക്കിറങ്ങി മുറ്റത്തെത്തി. എഴുന്നേൽക്കൂ, ഇത് ഞാനാണ്, അവൻ പതുക്കെ വിളിച്ചു പറഞ്ഞു. മറുപടിയില്ല. അവൻ ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് ചെന്നു. തുണി മാറ്റി നോക്കിയപ്പോൾ മൂക്കിലേക്ക് തുളച്ചു കയറിയത് കരിഞ്ഞ എണ്ണയുടെയും വെന്ത മാംസത്തിന്റെയും ഗന്ധമാണ്. അവൻ ഞെട്ടിപ്പോയി. ഭരണിയിൽ തൊട്ടുനോക്കി. അത് ചുട്ടുപൊള്ളുന്നു. അവൻ അടുത്ത ഭരണിയിലേക്ക് ഓടി. അതും ചൂടാണ്. അടുത്തത്, അതിനടുത്തത്. അങ്ങനെ 37 ഭരണികളും ശവപ്പെട്ടികളായി മാറിയിരിക്കുന്നുവെന്ന് ആ ക്രൂരനായ തലവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഹൃദയം ഭയം കൊണ്ട് നിന്നുപോയി. ഇതാരോ അറിഞ്ഞിരിക്കുന്നു. എന്റെ സൈന്യത്തെ മുഴുവൻ ആരോ നിശബ്ദമായി കൊന്നൊടുക്കിയിരിക്കുന്നു. ഇത് മനുഷ്യരല്ല, ചെകുത്താന്മാരാണ്.
അലിബാബയുടെ വീട് അവനൊരു പേടി സ്വപ്നമായി മാറി. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടണം. അവൻ മതിൽ ചാടിക്കടന്ന് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു. അലിബാബ ഉണർന്നു. പ്രഭാത കർമ്മങ്ങൾക്കായി അവൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മർജിയാന അവനെ തടഞ്ഞു. യജമാനനെ, അങ്ങോട്ട് പോകരുത്, എനിക്ക് ചിലത് കാണിച്ചു തരാനുണ്ട്. അവളുടെ മുഖത്തെ ഗൗരവം കണ്ട് അലിബാബ ഭയന്നു. എന്താണ് മർജിയാന, നമ്മുടെ അതിഥി എവിടെ? അതിഥിയോ? മർജിയാന ചിരിച്ചു. വരൂ, ഞാൻ കാണിച്ചു തരാം. അവൾ അലിബാബയെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ആദ്യത്തെ ഭരണി ഒന്ന് തുറന്നു നോക്കൂ, അവൾ പറഞ്ഞു. അലിബാബ ഭരണി തുറന്നു നോക്കി. അവൻ ഞെട്ടി വിറച്ചുപോയി. അതിനുള്ളിൽ വെന്തുമരിച്ച ഒരു മനുഷ്യൻ. ഇതെന്താണ് മർജിയാന, നീ എന്താണ് ചെയ്തത്? അലിബാബ നിലവിളിച്ചു. പേടിക്കണ്ട യജമാനനെ, അടുത്ത ഭരണിയും നോക്കൂ. അലിബാബ ഓരോ ഭരണിയും നോക്കി. 37 ഭരണികളിലും ആയുധധാരികളായ മനുഷ്യർ. അലിബാബ തളർന്ന് നിലത്തിരുന്നു പോയി. മർജിയാന അവന്റെ അടുത്തിരുന്ന് തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി വിശദീകരിച്ചു. എണ്ണ തീർന്നതും ഭരണിയിൽ നിന്നും ശബ്ദം കേട്ടതും താൻ ചെയ്ത കാര്യങ്ങളും. യജമാനനെ, ആ വന്നത് എണ്ണക്കച്ചവടക്കാരനല്ല, അത് കള്ളന്മാരുടെ തലവനാണ്. നമ്മളെയും കുടുംബത്തെയും കൊല്ലാനാണ് അവർ വന്നത്. ആ തലവൻ മതിൽ ചാടി രക്ഷപ്പെട്ടു. ഇതു കേട്ട അലിബാബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മർജിയാനയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവന്റെ തൊണ്ട ഇടറി. മർജിയാന, നീ എന്റെ ജീവൻ രക്ഷിച്ചു, എന്റെ മക്കളുടെ ജീവൻ രക്ഷിച്ചു. നീ വെറും ഒരു വേലക്കാരിയല്ല, നീ എന്റെ സ്വന്തം മകളെ പോലെയാണ്. ഈ വീടിന്റെ കാവൽ മാലാഖയാണ് നീ. നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വികാരഭരിതമായ ആ നിമിഷത്തിൽ യജമാനനും വേലക്കാരിയും തമ്മിലുള്ള അകലമില്ലാതായി. അലിബാബ പറഞ്ഞു, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. ആർക്കും നിന്നെ അടിമയായി കാണാൻ കഴിയില്ല. നീ എൻ്റെ കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ അവർക്ക് കരഞ്ഞിരിക്കാൻ സമയമില്ലായിരുന്നു. ഈ 37 മൃതശരീരങ്ങൾ എന്തു ചെയ്യും? നാട്ടുകാർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അലിബാബയും അവന്റെ മകനും പിന്നെ മർജിയാനയും ചേർന്ന് വീടിന്റെ പുറകിലുള്ള വലിയ തോട്ടത്തിൽ ആഴത്തിലുള്ള ഒരു വലിയ കുഴി കുഴിച്ചു. ഒട്ടും അവശിഷ്ടങ്ങളുമില്ലാതെ ആ 37 പേരെയും അവർ അവിടെ അടക്കം ചെയ്തു. ആയുധങ്ങളും ഭരണികളും അവർ ഒളിപ്പിച്ചു. ആ സ്ഥലം പഴയതുപോലെ നിരപ്പാക്കി ചെടികൾ വെച്ചു പിടിപ്പിച്ചു. ആരും ഒന്നും സംശയിക്കാത്ത രീതിയിൽ അവർ എല്ലാം ഭംഗിയാക്കി. അതേസമയം കാട്ടിലെ ഗുഹയിൽ തിരിച്ചെത്തിയ കള്ളന്മാരുടെ തലവൻ ഒറ്റയ്ക്കായിരുന്നു. അവന്റെ സാമ്രാജ്യം തകർന്നിരിക്കുന്നു. അവന്റെ വിശ്വസ്തരായ അനുയായികൾ എല്ലാവരും മരിച്ചു. ആ വലിയ ഗുഹയിൽ സ്വർണ്ണ കൂമ്പാരങ്ങൾക്ക് നടുവിൽ അവൻ ഏകനായിരുന്നു. ആ സ്വർണത്തിനിപ്പോൾ ഒട്ടും തിളക്കമില്ലെന്ന് അവന് തോന്നി. അവന്റെ മനസ്സിൽ സങ്കടത്തെക്കാൾ കൂടുതൽ പകയായിരുന്നു. അലിബാബ, നീ എൻ്റെ സൈന്യത്തെ ഇല്ലാതാക്കി. എൻ്റെ സഹോദരങ്ങളെ പോലുള്ളവരെ നീ കൊന്നു. ഇതിന് ഞാൻ പകരം ചോദിക്കും. ഒറ്റയ്ക്ക് വന്നാണെങ്കിലും നിന്നെ ഞാൻ വകവരുത്തും. എൻ്റെ പേര് ഹസൻ എന്നാണെങ്കിൽ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഗുഹയിലെ ഇരുട്ടിലിരുന്ന് അവൻ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തുടങ്ങി. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് അലിബാബയെ തോൽപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അലിബാബ കരുതിയത് ആപത്തൊഴിഞ്ഞുപോയി എന്നാണ്. എന്നാൽ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അത്. കള്ളന്മാരുടെ തലവൻ ഒരു പുതിയ വേഷത്തിൽ, പുതിയ ഒരു പേരിൽ നഗരത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. അലിബാബയുടെ മകനെ തന്നെ ഉപയോഗിച്ച് അലിബാബയെ തകർക്കാനുള്ള അവസാനത്തെ തന്ത്രം. കള്ളന്മാരുടെ തലവൻ കാട്ടിലെ ഗുഹയിൽ ഏകാന്തനായിരുന്നു. അവന്റെ ചുറ്റും കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് പങ്കിടാൻ ഒരു സുഹൃത്ത് പോലും അവശേഷിച്ചില്ല. ആ ഗുഹയുടെ നിശബ്ദത അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെ തോന്നി. ഓരോ നിമിഷവും അവന്റെ ഉള്ളിൽ അലിബാബയോടുള്ള പക ആളിക്കത്തി. എന്റെ സാമ്രാജ്യം തകർത്തവനെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ സൈന്യത്തെ കൊന്നൊടുക്കിയ ആ തന്ത്രശാലിയായ പെണ്ണിനെയും ഞാൻ വെറുതെ വിടില്ല. അവനൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ശക്തി കൊണ്ടല്ല, ചതിയിലൂടെ മാത്രമേ അലിബാബയെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് അവന് മനസ്സിലായി. അവൻ തന്റെ രൂപമാകെ മാറ്റി. മുഖത്തെ താടി വടിച്ചു കളഞ്ഞു. പ്രായം തോന്നിക്കുന്ന രീതിയിൽ നരച്ച മുടിയും വസ്ത്രങ്ങളും ധരിച്ചു.
കൊള്ളക്കാരന്റെ പരുക്കൻ ഭാവം മാറ്റി മാന്യനായ സൗമ്യനായ ഒരു കച്ചവടക്കാരന്റെ ഭാവം അവൻ എടുത്തു. അവൻ തനിക്ക് പുതിയൊരു പേരിട്ടു, ഖ്വാജ ഹസൻ. ഗുഹയിൽ നിന്നും വിലപിടിപ്പുള്ള കുറെ പട്ടുതുണികളും അപൂർവമായ രത്നങ്ങളും അവൻ എടുത്തു. എന്നിട്ട് നഗരത്തിലേക്ക് യാത്രയായി. അലിബാബയുടെ മകൻ ഇപ്പോൾ നഗരത്തിൽ ഒരു വലിയ കട നടത്തുന്നുണ്ടായിരുന്നു. വളരെ യാദൃച്ഛികമെന്ന പോലെ ഖ്വാജ ഹസൻ, കള്ളന്മാരുടെ തലവൻ, അലിബാബയുടെ മകന്റെ കടയ്ക്ക് നേരെ എതിർവശത്തുള്ളൊരു കടമുറി വാടകയ്ക്കെടുത്തു. അവിടെ അവൻ തന്റെ തുണിക്കച്ചവടം ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഖ്വാജ ഹസൻ വളരെ സൗമ്യമായി എല്ലാവരോടും പെരുമാറി. അവൻ പതുക്കെ അലിബാബയുടെ മകനുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങി. മോനെ, നിന്റെ കച്ചവടം എങ്ങനെയുണ്ട്? അവൻ സ്നേഹത്തോട് ചോദിക്കും. അലിബാബയുടെ മകൻ ഇയാൾ ആരാണെന്നറിയാതെ ആ സൗഹൃദത്തിൽ വീണുപോയി. വൃദ്ധനായ ഈ കച്ചവടക്കാരന് തന്നോട് വലിയ വാത്സല്യമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ഖ്വാജ ഹസൻ മകന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങി. ചിലപ്പോൾ അപൂർവമായ രത്നങ്ങൾ, ചിലപ്പോൾ വിദേശത്തു നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ. ഇതൊക്കെ എൻ്റെ വക ഇരിക്കട്ടെ, എനിക്ക് മക്കളില്ല, നിന്നെ കാണുമ്പോൾ എൻ്റെ സ്വന്തം മകനെ പോലെ തോന്നുന്നു എന്ന് കള്ളൻ കള്ളച്ചിരിയോടെ പറയും. അലിബാബയുടെ മകൻ ഈ സ്നേഹം കണ്ട അത്ഭുതം തോന്നി. അവൻ തന്റെ പിതാവായ അലിബാബയോട് ഈ പുതിയ സ്നേഹിതനെ കുറിച്ച് പറഞ്ഞു. ഉപ്പ, എന്റെ കടയുടെ എതിരെ പുതിയൊരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. ഖ്വാജ ഹസൻ എന്നാണ് പേര്. വലിയ പണക്കാരനാണ്, പക്ഷെ വളരെ നല്ല മനുഷ്യനാണ്. എന്നെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തെ ഒരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അലിബാബ സന്തോഷത്തോടെ സമ്മതിച്ചു. തീർച്ചയായും, നിന്നെ സ്നേഹിക്കുന്ന ആരും നമ്മുടെ അതിഥിയാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. അന്ന് അദ്ദേഹത്തെ അത്താഴത്തിന് ക്ഷണിക്കൂ. അങ്ങനെ ആ നിർണായകമായ ദിവസം വന്നെത്തി. അലിബാബയുടെ വീട് അതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങി. മർജിയാന അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അബ്ദുള്ള എന്ന മറ്റൊരു വേലക്കാരനും അവളെ സഹായിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ അലിബാബയുടെ മകൻ ഖ്വാജ ഹസനുമായി വീട്ടിലെത്തി. അലിബാബ വാതിക്കൽ വെച്ചു തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. സ്വാഗതം ഖ്വാജ ഹസൻ, നിങ്ങൾ എൻ്റെ മകനോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി, അലിബാബ പറഞ്ഞു. കള്ളൻ വളരെ വിനയത്തോടെ തലകുനിച്ചു. അലിബാബ, നിങ്ങളുടെ കീർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അവന്റെ മനസ്സിൽ കൊലപാതകത്തിനുള്ള കത്തി മൂർച്ച കൂട്ടുകയായിരുന്നു. അവന്റെ വസ്ത്രത്തിനുള്ളിൽ നെഞ്ചോടി ചേർത്ത് അവനൊരു വലിയ കഠാര ഒളിപ്പിച്ചു വച്ചിരുന്നു. അവർ സ്വീകരണ മുറിയിൽ ഇരുന്ന് സംസാരിച്ചു. അത്താഴം വിളമ്പാൻ സമയമായി. അപ്പോഴാണ് കള്ളനൊരു വിചിത്രമായ കാര്യം പറഞ്ഞത്. അലിബാബ, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എനിക്ക് ചില പ്രത്യേക രോഗങ്ങളുണ്ട്. അതിനാൽ ഞാൻ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണമേ കഴിക്കാറുള്ളൂ. എനിക്ക് ഉപ്പ് വിളമ്പരുത്, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുകയും ചെയ്യരുത്. അലിബാബയ്ക്ക് അത്ഭുതം തോന്നി. എങ്കിലും അതിഥിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് കരുതി അവൻ സമ്മതിച്ചു. അവൻ അടുക്കളയിലേക്ക് ചെന്ന് മർജിയാനയോട് പറഞ്ഞു. മർജിയാന, ഇന്ന് നമ്മുടെ അതിഥിക്ക് ഉപ്പ് ചേർത്ത ഭക്ഷണം വേണ്ട. അദ്ദേഹത്തിനുള്ള കറികളിൽ ഉപ്പിടരുത്. മർജിയാനയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ സംശയം തോന്നി. ഉപ്പ് കഴിക്കാത്ത മനുഷ്യനോ, അതും ഇത്രയും വലിയ വിരുന്നിൽ? ഉപ്പിട്ട ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടുകാരുമായി ശത്രുത പാടില്ല എന്നാണ് വിശ്വാസം. ഇയാൾ ഉപ്പ് നിരസിക്കുന്നത് ആ വിശ്വാസം ലംഘിക്കാനാണോ? ആരാണ് ഈ വിചിത്ര മനുഷ്യൻ? അവളുടെ ഉള്ളിലെ സംശയം അവളെ അസ്വസ്ഥയുണ്ടാക്കി. ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവൾ ആരും ശ്രദ്ധിക്കാതെ അതിഥിയെ ഒന്നൊളിഞ്ഞു നോക്കി. വിളക്കിന്റെ വെളിച്ചത്തിൽ ഖ്വാജ ഹസന്റെ മുഖം അവൾ കണ്ടു. വേഷം മാറിയിരിക്കുന്നു, താടിയില്ല. പക്ഷേ ആ കണ്ണുകൾ, ആ ക്രൂരമായ കണ്ണുകൾ അവൾക്ക് മറക്കാൻ കഴിയില്ല. ഇത് ഖ്വാജ ഹസൻ അല്ല, ഇത് കള്ളന്മാരുടെ തലവനാണ്, എന്റെ യജമാനനെ കൊല്ലാൻ വന്നവൻ. നോക്കൂ, അവന്റെ കുപ്പായത്തിനുള്ളിൽ എന്തോ മുഴച്ചു നിൽക്കുന്നു. അത് കഠാരയാണ്. മർജിയാനക്ക് കാര്യം വ്യക്തമായി. ഉപ്പ് കഴിക്കാത്തത് സ്നേഹബന്ധം സ്ഥാപിക്കാതിരിക്കാനാണ്. ഭക്ഷണം കഴിച്ച് അവസരം കിട്ടുമ്പോൾ അലിബാബയെയും മകനെയും കുത്തിക്കൊല്ലുക, അതാണിവന്റെ പദ്ധതി. മർജിയാനയുടെ മനസ്സ് പതറിയില്ല. അവൾ വേഗം ഒരു പദ്ധതി തയ്യാറാക്കി. അവൾ അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുള്ള, ഇന്ന് രാത്രി നമ്മുടെ അതിഥിയെ രസിക്കാൻ നമ്മൾ ഒരു നർത്തനം കളിക്കാൻ പോകുന്നു.
നീ നിന്റെ തപ്പ് എടുക്കുക. മർജിയാൻ ഒരു നർത്തകിയുടെ വേഷം ധരിച്ചു. അരയിൽ വെള്ളി നിറമുള്ള ഒരു അരപ്പട്ട കെട്ടി. ആ അരപ്പട്ടയിൽ വളരെ തന്ത്രപൂർവം ഒരു ചെറിയ കത്തി അവൾ തിരച്ചു വെച്ചു. ഭക്ഷണം കഴിഞ്ഞു. അലിബാബയും മകനും അതിഥിയും സംസാരിച്ചിരിക്കുകയാണ്. അവിടേക്ക് സംഗീതത്തിന്റെ അകമ്പടിയോടെ മർജിയാന കടന്നു വന്നു. അലിബാബ ചോദിച്ചു, എന്താ മർജിയാന ഇത്? യജമാനനെ, നമ്മുടെ അതിഥിയെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു ചെറിയ നർത്തനം. കള്ളൻ അത് ഇഷ്ടപ്പെട്ടു. നർത്തനം കണ്ട് രസിച്ച് ഇവർ അശ്രദ്ധരാകുമ്പോൾ എനിക്കെന്റെ കാര്യം സാധിക്കാം എന്നവൻ കണക്ക് കൂട്ടി. അബ്ദുള്ള തപ്പുകൊട്ടി പാട്ടുപാടി. മർജിയാന അതിനൊത്ത് നൃത്തം ചെയ്തു. അവളുടെ ചുവടുകൾ അതിമനോഹരമായിരുന്നു. അവൾ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി. ഓരോ തവണ കറങ്ങുമ്പോഴും അവൾ അതിഥിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നൃത്തത്തിനിടയിൽ അവൾ തൻ്റെ അരയിൽ നിന്നും ആ ചെറിയ കത്തി പുറത്തെടുത്തു. എല്ലാവരും കരുതിയത് അത് നൃത്തത്തിന്റെ ഒരു ഭാഗമാണെന്നാണ്. കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നൃത്തം തുടർന്നു. കത്തി വായുവിൽ വീശിയും നെഞ്ചിനോട് ചേർത്തും അവൾ പലതരം ഭാവങ്ങൾ കാണിച്ചു. നൃത്തം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. അബ്ദുള്ളയുടെ തപ്പിന്റെ വേഗത കൂടി. മർജിയാന വട്ടം കറങ്ങി ഖ്വാജ ഹസന്റെ തൊട്ടു മുന്നിലെത്തി. അവൾ തൻ്റെ ഇടതു കൈകൊണ്ട് തപ്പിന്റെ വിടവിലേക്ക് നാണയം ചോദിക്കുന്നത് പോലെ നീട്ടി. ഖ്വാജ ഹസൻ ഒരു നാണയം എടുക്കാനായി തൻ്റെ കീശയിലേക്ക് കൈയിട്ടു. ആ നിമിഷം ശ്രദ്ധ മാറി നിന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ മർജിയാന ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞു. അവളുടെ കയ്യിലിരുന്ന കത്തി ഖ്വാജ ഹസന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു വലിയ നിലവിളിയോടെ കള്ളന്മാരുടെ തലവൻ പിന്നിലേക്ക് മറിഞ്ഞു. അവന്റെ ഹൃദയം നിലച്ചു. അലിബാബയും മകനും ഞെട്ടിത്തരിച്ചുപോയി. അലിബാബ ചാടി എഴുന്നേറ്റു. ദൈവമേ, മർജിയാന, നീ എന്താണ് ചെയ്തത്? നീ നമ്മുടെ അതിഥിയെ കൊന്നുവോ? നമ്മൾ നശിച്ചു. അലിബാബ അലറി. മർജിയാന ശാന്തമായി നിന്നു. അവൾ ആ കള്ളന്റെ കുപ്പായം വലിച്ചു കീറി. അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വലിയ കഠാര അവൾ പുറത്തെടുത്തു. യജമാനനെ, നോക്കൂ, ഇത് അതിഥിയല്ല, ഇത് നമ്മുടെ ശത്രുവാണ്. ആ എണ്ണക്കച്ചവടക്കാരൻ, ആ കള്ളന്മാരുടെ തലവൻ. ഈ കഠാര കണ്ടില്ലേ? ഉപ്പ് കഴിക്കാൻ വിസമ്മതിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? നിങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുകയായിരുന്നു ഇവൻ. അവൾ ആ മൃതദേഹത്തിന്റെ മുഖം അലിബാബയ്ക്ക് കാണിച്ചു കൊടുത്തു. സൂക്ഷിച്ചു നോക്കൂ, ആളെ മനസ്സിലാകുന്നില്ലേ? അലിബാബ സൂക്ഷിച്ചു നോക്കി. അതെ, വേഷം മാറിയാലും ആ ക്രൂരമുഖം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അലിബാബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓടിച്ചെന്ന് മർജിയാനയെ കെട്ടിപ്പിടിച്ചു. മർജിയാന, നീ വീണ്ടും ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഞങ്ങൾ മരിക്കുമായിരുന്നു. നിന്റെ ബുദ്ധിയും ധൈര്യവുമാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്. അന്ന് രാത്രി തന്നെ അവർ ആ കള്ളന്റെ ശവവും രഹസ്യമായി സംസ്കരിച്ചു. അതോടെ അലിബാബയുടെയും കുടുംബത്തിന്റെയും ഭയം എന്നേക്കുമായി അവസാനിച്ചു. 40 കള്ളന്മാരും ഇല്ലാതായി. ഗുഹയുടെ രഹസ്യമറിയാവുന്ന മറ്റാരും ഇനി ജീവിച്ചിരിപ്പില്ല. ദിവസങ്ങൾക്ക് ശേഷം അലിബാബ തന്റെ മകനെ വിളിച്ചു. മകനെ, മർജിയാന വെറുമൊരു പെൺകുട്ടിയല്ല. അവൾ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്. അവളെക്കാൾ യോഗ്യയായ ഒരു വധുവിനെ നിനക്ക് ലഭിക്കില്ല. നീ അവളെ വിവാഹം കഴിക്കണം. മകനും അതുതന്നെയായിരുന്നു ആഗ്രഹം. മർജിയാനയ്ക്കും സമ്മതമായി. അങ്ങനെ വളരെ ആഘോഷമായി അവരുടെ വിവാഹം നടന്നു. അടിമയായി വന്ന മർജിയാന ആ വലിയ വീട്ടിന്റെ മരുമകളായി മാറി. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ അലിബാബ മകനെ കാട്ടിലെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സിംസിമേ, തുറക്കൂ. പാറവാതിൽ തുറന്നു. ഉള്ളിലെ സ്വർണ്ണ കൂമ്പാരങ്ങൾ കണ്ട് മകൻ അത്ഭുതപ്പെട്ടു. ഇത് നമ്മുടെ കുടുംബത്തിന്റെ സമ്പത്താണ്, അലിബാബ പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. ആവശ്യത്തിനു മാത്രം എടുക്കുക. പാവങ്ങളെ സഹായിക്കുക. അത്യാഗ്രഹം പാടില്ല. ഖാസിമിന് പറ്റിയ തെറ്റ് നമുക്ക് പറ്റരുത്. അവർ ആ സമ്പത്ത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. നഗരത്തിലെ ദരിദ്രരെ അവർ സഹായിച്ചു.
പള്ളി പണിതു, വിദ്യാലയങ്ങൾ പണിതു. അലിബാബയും മകനും മർജിയാനയും നീണ്ടകാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ആ ഗുഹയുടെ രഹസ്യം അവർ തലമുറകളായി കൈമാറി സൂക്ഷിച്ചു. അങ്ങനെ പേർഷ്യയിലെ ആ പഴയ നഗരത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വിജയം കുറിച്ചുകൊണ്ട് നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. അത്യാഗ്രഹം നാശത്തിന് കാരണമാകും. എന്നാൽ ബുദ്ധിയും ധൈര്യവും വിശ്വസ്തതയും നമ്മെ ഏത് വലിയ അപകടത്തിൽ നിന്നും രക്ഷിക്കും. കഥ കഴിഞ്ഞു. ഇനി കണ്ണുകൾ അടച്ച് മർജിയാനയുടെ ധീരതയും അലിബാബയുടെ നന്മയും സ്വപ്നം കണ്ട് ശാന്തമായി ഉറങ്ങൂ. ശുഭരാത്രി.